ഇന്ന് നമുക്ക് ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി കാണാം. തനി നാടൻ രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കറി പേസ്റ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഗരം മസാലയുടെ ലിങ്കും കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ 1 കിലോ ബീഫ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കറി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ കറി പേസ്റ്റ് എപ്പോഴും നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഈ കറി പേസ്റ്റും ഗരം മസാലയും കൂടി ആദ്യം തന്നെ ഈ കുക്കറിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇറച്ചിയിൽ നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. ഒരു 200 ഗ്രാം ചുവന്നുള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെക്കുക. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് സവാളയ്ക്ക് പകരം. എങ്കിൽ മാത്രമേ കറിക്കൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതും 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി വെക്കുക സൈഡിൽ. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് നല്ലപോലെ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം കൂടി നല്ല ബ്രൗൺ കളറിൽ പൊരിച്ചു കോരുക. ഈ പൊരിച്ചു കോരിയ സാധനങ്ങൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊരിച്ചു കോരിയ സാധനങ്ങളും കൂടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കറിൽ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം വന്നോളും. ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എനിക്കൊരു ഇത്തിരി കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. നല്ലതുപോലെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വെള്ളം വറ്റുന്ന ഇടം വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയൊക്കെ പൊരിച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്